എൻ്റെ പേര് ലിനു കെ ജോൺ എന്നാണ്. ഞാൻ താമസിക്കുന്നത് അടൂരിനും പന്തളത്തിനും ഇടയിലുള്ള കൊരമ്പാല എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത് ഒരു ക്രിസ്തീയ പശ്ചാത്തലത്തിലാണ്. വളരെ ചെറുപ്പം മുതൽക്കേ നല്ല ദൈവഭക്തി എനിക്കുണ്ടായിരുന്നു. അതിനൊരു കാരണമുണ്ട്. എൻ്റെ പപ്പായും മമ്മിയും എല്ലാ ദിവസവും വൈകിട്ട് പാട്ടുപാടി വേദപുസ്തകം വായിച്ച് പ്രാർത്ഥിച്ചിട്ടേ ഞങ്ങൾക്ക് ആഹാരം തന്നിരുന്നുള്ളൂ. അതുകൊണ്ടായിരിക്കാം നല്ലൊരു ദൈവഭക്തി എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. എൻ്റെ 10ാം ക്ലാസ്സിലെ പഠനം കഴിഞ്ഞ് പ്രിഡിഗ്രിക്ക് ഞാൻ NSS കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവവചനത്തിന് വിരുദ്ധമായി പല പാവപ്രവർത്തനം എൻ്റെ ജീവിതത്തിൽ കടന്നു വരുവാനിടയായിത്തീർന്നു. അങ്ങനെ ദൈവഭയം ഉള്ളപ്പോൾ തന്നെ തെറ്റുകൾ ജീവിതത്തിൽ ആവർത്തിക്കപ്പെടുവാൻ ഇടയായി. ഒരിക്കൽ ഞാനൊരു ഭവനത്തിൽ കടന്നു ചെന്നപ്പോൾ ആ ഭവനത്തിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത് അവിടെ ഒരു ദൈവദാസൻ കടന്നു വന്നു. അദ്ദേഹത്തെ കണ്ടപ്പോൾ മുതൽ തന്നെ എൻ്റെ ഹൃദയത്തിൽ അദ്ദേഹത്തോട് വളരെ ഇഷ്ടം തോന്നി. ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ആഗ്രഹിച്ചു, ആ ദൈവദാസൻ എന്നോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കണമെന്ന്. ആ ദൈവദാസൻ ആ വീട്ടുകാരോട് സംസാരിച്ച് കഴിഞ്ഞ ശേഷം എന്നോട് എൻ്റെ പേരും എവിടെയാണ് താമസിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ തിരക്കുവാനിടയായിത്തീർന്നു. അത് കഴിഞ്ഞിട്ട് ആ ദൈവദാസനോട് ഇങ്ങനെ പറഞ്ഞു, മോനെ, നിന്നെ കണ്ടപ്പോൾ മുതൽ എൻ്റെ ഹൃദയത്തിനകത്ത് പരിശുദ്ധാത്മാവ് ഒരു കാര്യം, ഒരു വചനം പറയാനായിട്ട് പറയുന്നു, ഞാനത് പറയട്ടെ എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. ഞാൻ വളരെ സന്തോഷത്തോടെ പറഞ്ഞു, എന്നോട് പറയാൻ പറഞ്ഞു. അദ്ദേഹം എന്നോട് ഇങ്ങനെ പറഞ്ഞു, നിന്റെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ച് ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. നീ ബാലിനെന്ന് നീ പറയരുത്. ഞാൻ നിന്നെ അയക്കുന്ന ഏവരുടെ അടുക്കൽ നീ പോകുകയും ഞാൻ നിന്നോട് സംസാരിക്കുന്നത് നീ അവരോട് പറയുകയും വേണം. നോക്കുക, നിർമൂലമാക്കാനും പൊളിപ്പാനും നശിപ്പാനും നടുവാനും ഞാൻ നിന്നെ ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു. ഈ ദൈവത്തിന്റെ വചനം എന്നോട് സംസാരിച്ചപ്പോൾ എൻ്റെ വലതുഭാഗത്ത് ഭയങ്കര തേജസ് കാണുവാൻ ഇടയായിത്തീർന്നു. ഞാൻ കണ്ണു തിരുമ്മി അങ്ങോട്ട് നോക്കി. ഉടനെ ആ ദൈവദാസൻ ചോദിച്ചു, എന്തുകൊണ്ട് അങ്ങോട്ട് നോക്കുന്നത്? ഞാൻ പറഞ്ഞു, എൻ്റെ വലതുഭാഗത്ത് വളരെ തേജസ് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. ഉടനെ ആ ദൈവദാസൻ എന്നോട് പറഞ്ഞു, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിന്റെ തേജസ് കാണും. ആ ഒരു വാക്കിന് മുമ്പിൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ടായി. ഞാൻ എൻ്റെ വീട്ടിൽ മടങ്ങി വന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ദേവദാസൻ എൻ്റെ വീട്ടിൽ കടന്നു വരുവാൻ ഇടയായിത്തീർന്നു. അദ്ദേഹം കടന്നു വന്ന സമയത്ത് വളരെ സന്തോഷം തോന്നി. 1-2 വചനഭാഗങ്ങൾ അദ്ദേഹം എന്നോട് സംസാരിച്ചു. അത് സംസാരിച്ച സമയത്ത് ഞാൻ അദ്ദേഹത്തോട് തർക്കിക്കാനായിട്ട് തുടങ്ങി. പക്ഷേ അദ്ദേഹം ഒന്നും എന്നോട് തിരികെ സംസാരിച്ചില്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ച് പോയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം പ്രാർത്ഥിച്ചു, കടന്നുപോയി. എന്നാൽ ആ ദിവസങ്ങളിൽ ഞാൻ പ്രത്യേകം എൻ്റെ റൂമിലിരുന്ന് ബൈബിൾ വായിക്കാനായിട്ട് തുടങ്ങി. ഞാൻ വേദപുസ്തകം വായിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ എൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ സാന്നിധ്യം ഇറങ്ങി വന്നു. ഞാൻ പെട്ടെന്ന് കരയാനായിട്ട് തുടങ്ങി. എനിക്കെങ്ങനെ അന്ന് പ്രാർത്ഥിക്കേണ്ടതെന്ന് ശരിക്കും അറിയില്ലായിരുന്നു. ഞാൻ പെട്ടെന്ന് കട്ടിലിൽ നിന്ന് താഴെ ഇറങ്ങി കുറച്ചു നേരം കരയാൻ തുടങ്ങി. കുറച്ചു നേരം കരഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും കട്ടിലെ കയറിയിരുന്നു ഞാൻ വേദപുസ്തകം വായിക്കാൻ തുടങ്ങി. വേദപുസ്തകം വായിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ വീണ്ടും ഞാൻ കരയാനായിട്ട് തുടങ്ങി. അങ്ങനെ ആ ദിവസങ്ങളിലൊക്കെ കുത്തിയിരുന്ന് ബൈബിൾ വായിക്കാനായിട്ട് തുടങ്ങി. ഏകദേശം രാത്രി 3 മണി 4 മണി വരെ ഇരുന്ന് ബൈബിൾ വായിക്കാനായിട്ട് തുടങ്ങി. കുറച്ച് ദിവസങ്ങൾ മുമ്പോട്ട് പോയപ്പോൾ ഒരു ദിവസം എൻ്റെ മമ്മി വന്നിട്ട് എന്നോട് ചോദിച്ചു, എന്തിനാ രാത്രി മുഴുവൻ റൂമിൽ ലൈറ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വേദപുസ്തകം വായിക്കുകയാണെന്ന് പറഞ്ഞു. ഉടനെ മമ്മി വന്ന് എൻ്റെ വേദപുസ്തകം നോക്കി. വേദപുസ്തകം മുഴുവനും പേന കൊണ്ട് വരച്ചിട്ടിരിക്കുന്നത് കാണുവാനിടയായിത്തീർന്നു. പെട്ടെന്ന് എന്നോട് പറഞ്ഞു, വേദപുസ്തകം വെറുതെ ഇങ്ങനെ കുത്തി വരയ്ക്കരുത്. എന്നോട് ദേഷ്യപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, 10 മണി കഴിഞ്ഞാൽ നിന്റെ റൂമിൽ ലൈറ്റ് കാണാൻ പാടില്ല എന്ന് എന്നോട് പറയുവാനിടയായിത്തീർന്നു. എങ്കിലും പിന്നെയും ഞാൻ ബൈബിൾ രാത്രി കാലങ്ങളിൽ കുത്തിയിരുന്ന് വായിക്കാനായിട്ട് തുടങ്ങി. ഞാൻ എപ്പോൾ ബൈബിൾ വായിക്കാനിരുന്നാലും എൻ്റെ മേൽ ശക്തമായി പരിശുദ്ധാത്മാ സാന്നിധ്യം ഇറങ്ങി വന്നു. ഞാൻ ശക്തമായി കരയുമായിരുന്നു. ആ സമയങ്ങളിൽ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ദേവദാസൻ ഒരിക്കൽ ഞങ്ങളെ വീട്ടിൽ വീണ്ടും കടന്നു വരുവാൻ ഇടയായിത്തീർന്നു. വീണ്ടും കടന്നു വന്നിട്ട് എന്നോട് 1-2 വാക്യങ്ങളൊക്കെ പറഞ്ഞു. ആ സമയത്ത് ഞാൻ അദ്ദേഹത്തോടെ എതിർക്കുവാൻ തുടങ്ങി. എങ്കിലും അദ്ദേഹം കൂടുതലൊന്നും സംസാരിക്കാതെ അവസാനം പ്രാർത്ഥിച്ച് കടന്നുപോയി. ഇങ്ങനെ കുറച്ച് നാളുകൾ മുമ്പോട്ട് പോയപ്പോൾ ഒരു ദിവസം എന്നോട് അദ്ദേഹം കടന്നു വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന സഭയിൽ ഒരു ഉപവാസ പ്രാർത്ഥനയുണ്ട്, മോൻ കടന്നു വരണമെന്ന് പറഞ്ഞു. ഞാൻ ആദ്യമേ ഒരുപാട് എതിർത്തു. എനിക്ക് കടന്നു വരാൻ പറ്റത്തില്ല, പല കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. എങ്കിലും അദ്ദേഹം എന്നെ ഒരുപാട് നിർബന്ധിച്ചപ്പോൾ ഞാൻ കടന്നു വരാമെന്ന് സമ്മതിച്ചു. അങ്ങനെ ഞാൻ ബൈബിൾ ഒരു കവറിനകത്താക്കി പൊതിഞ്ഞ് ഞാൻ ആ
സഭയിൽ കടന്നു പോകാൻ ഇടയായി തീർന്നു. അവിടുത്തെ ആരാധന കണ്ടപ്പോൾ എനിക്ക് ആ ആരാധനയോട് ഇഷ്ടം തോന്നിയില്ല. ഞാനൊരു 5 മിനിറ്റ് അവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് തിരികെ കടന്നു വരുവാൻ ഇടയായി തീർന്നു. ഞാൻ തിരികെ വരുന്ന വഴിക്ക് എന്നോട് ഒരാൾ ചോദിച്ചു, എവിടെ പോയതാ? ഞാൻ പറഞ്ഞു, ഒരു ആരാധനയ്ക്ക് പോയതാണെന്ന് പറയുവാൻ ഇടയായി തീർന്നു. ആ ഇടയ്ക്ക് ഞാൻ കൂടുതലായി ബൈബിൾ വായിക്കാനായിട്ട് തുടങ്ങി, അനേക പുസ്തകങ്ങൾ വായിക്കാനായിട്ട് തുടങ്ങി. എൻ്റെ ഹൃദയത്തിൽ ദൈവഭക്തി കൂടി വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ ബൈബിൾ വായിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഞാൻ കരയുവാൻ തുടങ്ങി. കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, ഏതാ സത്യം? ദൈവത്തെ എങ്ങനെ വിളിക്കേണ്ടത്? എനിക്കതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയത്തില്ല. സത്യം എന്താണെന്ന് കർത്താവിനോട് സംസാരിക്കണമെന്ന് പറയുവാൻ ഞാൻ തുടങ്ങി. ഞാൻ അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ അന്നത്തെ ദിവസം കിടന്നുറങ്ങി. പിറ്റേന്ന് നേരം വെളുത്തപ്പോൾ എൻ്റെ വീട്ടിലൊരു ദേവദാസൻ കടന്നു വന്നു. അദ്ദേഹത്തെ കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നമുക്ക് കുറച്ചു നേരം പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അദ്ദേഹം കുറച്ചു നേരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ലിനു, കഴിഞ്ഞ ദിവസം ലിനു ദൈവത്തോട് ചോദിച്ചായിരുന്നോ ഏതാ സത്യമെന്നോ, എങ്ങനെയാ ദൈവത്തെ ആരാധിക്കേണ്ടതെന്ന് ലിനു ദൈവത്തോട് ചോദിച്ചു എന്ന് എന്നോട് ചോദിച്ചു. അത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചിരുന്നു എന്ന് പറഞ്ഞു. ഉടനെ അദ്ദേഹം എന്നോട് പറയുകയാണ്, ഇതാണ് സത്യം. അത് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് പെട്ടെന്ന് ഒരമ്പരപ്പുണ്ടായി. കാരണം കഴിഞ്ഞ ദിവസം തലേ രാത്രി ഞാൻ ദൈവത്തോട് പറഞ്ഞത് എങ്ങനെ ഈ വ്യക്തി അറിഞ്ഞു? ദൈവത്തിന്റെ വചനം പറയുന്നു, മനുഷ്യൻ പുറമേ നിന്ന് നോക്കുന്നു, ദൈവമോ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്നു. അങ്ങനെ എൻ്റെ ഹൃദയത്തിനകത്ത് ദൈവഭക്തി കൂടി വരുന്നതനുസരിച്ച് കൂടി വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ ആ ദേവദാസനുമായി ഞാൻ സംസാരിച്ചു. അദ്ദേഹം എന്നോട് സ്നാനത്തെക്കുറിച്ചൊക്കെ എന്നോട് പറയാൻ തുടങ്ങി. അങ്ങനെ ഞാൻ സ്നാനപ്പെടണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ആ സഭയിലെ ദേവദാസനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണം. ഉടനെ ആ ദേവദാസനോട് പറഞ്ഞു, ഉടനെ സ്നാനപ്പെടാൻ പറ്റത്തില്ല, കുറച്ചുനാൾ വന്ന് വചനമൊക്കെ കേട്ട് നല്ലത് പഠിച്ചിട്ട് മാത്രം സ്നാനപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല, എനിക്ക് പെട്ടെന്ന് സ്നാനപ്പെടണം. അങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അടുത്ത ഞായറാഴ്ച കടന്നു പോവാ, രാവിലെ കടന്നു വരണം, സ്നാനം എന്താണ്, എന്തിനാണ് സ്നാനപ്പെടുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ ക്ലാസ് എടുക്കും, ആ സമയത്ത് രാവിലെ കടന്നു വരണമെന്ന് പറഞ്ഞു. അന്ന് ഞായറാഴ്ച രാവിലെ ആയപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞു, എൻ്റെ കൂടെ ആരെങ്കിലും ഒന്ന് സ്നാനത്തിന് കടന്നു വരണമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഒരു സഹോദരി, എനിക്ക് 2 സഹോദരിമാരാണുള്ളത്, അതിലൊരു സഹോദരി എന്നോട് പറഞ്ഞു, ഞാൻ സ്നാനത്തിന് കടന്നു വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരുമിച്ച് ആ സഭയിൽ കടന്നു ചെന്നു. അവിടെ വെച്ച് ദേവദാസൻ ക്ലാസ് എടുത്തു. എന്താണ് സ്നാനം, എന്തിനാണ് സ്നാനപ്പെടേണ്ടത്, ഇതിനെക്കുറിച്ച് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ പെങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റിട്ട് എൻ്റെ അടുക്കൽ കടന്നു വന്നിട്ട് എന്നോട് പറഞ്ഞു, ഈ ദേവദാസൻ സ്നാനത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുന്ന സമയത്ത് എൻ്റെ ഹൃദയത്തിൽ ആരോ പറഞ്ഞു, സ്നാനം സത്യമോ, ഞാനും സ്നാനപ്പെടാൻ പോകുകയാണ്. ഞാൻ പെട്ടെന്ന് എൻ്റെ പെങ്ങളോട് എതിർത്തു. ഞാൻ പറഞ്ഞു, നിനക്ക് തോന്നിയതായിരിക്കും, നീ തിരികെ പോയി അവിടെ ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ പറയാനൊരു കാരണമുണ്ട്. ഞാൻ ഈ ദൈവത്തെ അറിയാൻ വേണ്ടി മുമ്പോട്ട് വന്നപ്പോൾ ഞാൻ നേരത്തെ പോയിക്കൊണ്ടിരുന്ന സഭയിലെ ആൾക്കാർ വളരെ പ്രശ്നമുണ്ടാക്കുകയും എൻ്റെ വീട്ടിൽ വന്ന് എനിക്ക് വിരോധമായി പല പ്രശ്നങ്ങളുണ്ടാക്കി. അതുകൊണ്ട് ആ പേടി കാരണവും കൂടെ ഞാൻ എൻ്റെ പെങ്ങളോട് പറഞ്ഞു, നിനക്ക് തോന്നിയില്ല, നീ ഇപ്പോൾ സ്നാനപ്പെടേണ്ട എന്ന് പറയാനിടയായി തീർന്നു. എന്താണെങ്കിലും ആ ദേവദാസൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു, സ്നാനപ്പെടാൻ ആഗ്രഹിക്കുന്നവരെല്ലാം മുമ്പോട്ട് കടന്നു വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഏറ്റവും മുമ്പിൽ കടന്നു വന്നു. ഞാൻ ഇരുന്നു. ആ സമയത്ത് ഞാൻ വലത്തോട്ട് നോക്കിയപ്പോൾ എൻ്റെ പെങ്ങളും ഏറ്റവും മുമ്പിൽ കടന്നു വന്ന് ഇരിപ്പാൻ ഇടയായി തീർന്നു. ദേവദാസനെ തലയ്ക്കായി പിടിച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ സഹോദരിയുടെ തലയ്ക്കും കൈ പിടിച്ച് വെച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പെങ്ങളോട് പറഞ്ഞു, നിനക്ക് തോന്നിയില്ല, നീ സ്നാനപ്പെടണ്ടെന്ന് പറഞ്ഞ് ഞാൻ എതിർക്കാൻ തുടങ്ങി. എന്താണെങ്കിലും എൻ്റെ പെങ്ങൾ പറഞ്ഞു, എൻ്റെ ഹൃദയത്തിൽ ശക്തമായി ആരോ പറഞ്ഞു, സ്നാനം സത്യമാണ്, ഞാനും സ്നാനപ്പെടാൻ പോവുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ പെങ്ങളോട് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ല നീ സ്നാനപ്പെടുന്നത്, നിന്റെ ഹൃദയത്തിൽ ദൈവം പറഞ്ഞിട്ടാണ്. അതുകൊണ്ട് ഇനി എന്തെല്ലാം പ്രശ്നം ജീവിതത്തിൽ വന്നാലും പിന്തിരിഞ്ഞു പോകരുതെന്ന് എൻ്റെ പെങ്ങളോട് ഞാൻ പറയാൻ ഇടയായി തീർന്നു. അങ്ങനെ ആ ദേവദാസന്റെ മകളുടെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് എൻ്റെ പെങ്ങളും സ്നാനപ്പെടുവാൻ ഇടയായി തീർന്നു. സ്നാനം കഴിഞ്ഞിട്ട് അവിടെ ആരാധന ആരംഭിച്ചു. സാക്ഷ്യത്തിന്റെ സമയമായപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ വീട് ഇന്നിടത്താണ്, ഞാൻ ഇവിടെ കടന്നു വന്നു, സ്നാനപ്പെടാൻ വേണ്ടി കടന്നു വന്നു, എൻ്റെ കൂടെ എൻ്റെ പെങ്ങളും കടന്നു വരുവാൻ ഇടയായി തീർന്നു. ഇവിടെ വെച്ച് ഞാൻ സ്നാനപ്പെട്ട സമയത്ത് എൻ്റെ പെങ്ങളും സ്നാനപ്പെട്ടു. തിരികെ എനിക്ക് വീട്ടിൽ പോകാൻ പേടിയാണ്, നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് പറയാൻ ഇടയായി തീർന്നു. എന്താണെങ്കിലും എൻ്റെ പെങ്ങളും ഞാനും എൻ്റെ വീട്ടിൽ കടന്നുപോയി. പെട്ടെന്ന് ഞാൻ എൻ്റെ പെങ്ങളോട് ഇങ്ങനെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, വീട്ടിൽ ഈ വിവരം പറയണ്ട, ദൈവം ഒരവസരം തരുമ്പോൾ മാത്രം ഈ വിവരം വീട്ടിൽ പറഞ്ഞാൽ മതിയെന്ന് ഞാൻ എൻ്റെ പെങ്ങളോട് പറയുവാൻ ഇടയായി തീർന്നു. കുറച്ച് ദിവസങ്ങൾ മുമ്പോട്ട് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ പെങ്ങൾ ഒരു കൂട്ടുകാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഇതുപോലെ സ്നാനപ്പെട്ടെന്ന് പറഞ്ഞു. എന്താണെങ്കിലും ആ കൂട്ടുകാരി എൻ്റെ മമ്മിയെ വിളിച്ചിട്ട് പറഞ്ഞു, അറിഞ്ഞില്ലയോ ലിജു ഇതുപോലെ സ്നാനപ്പെട്ടെന്ന് പറയുവാൻ ഇടയായി തീർന്നു. എൻ്റെ മമ്മി നേരെ എൻ്റെ അടുക്കൽ കടന്നു വന്നിട്ട് ചോദിച്ചു, നീ സ്നാനപ്പെടാൻ വേണ്ടിയല്ലേ കടന്നു പോയത്? പക്ഷേ അവൾ സ്നാനപ്പെട്ടു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സ്നാനപ്പെട്ടു. പെട്ടെന്ന് എന്നോട് ചൂടായി, എന്നെ വഴക്ക് പറഞ്ഞു, നീ എങ്ങനെ വേണമെങ്കിലും പോയിക്കോ, പക്ഷെ അവളെ എന്തിനാ സ്നാനപ്പെടുത്തിയതെന്ന് ചോദിച്ചു.
ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ല അവൾ സ്നാനപ്പെട്ടത്, അവിടെ കൃത്യം ദൈവം പറഞ്ഞിട്ടാണ് സ്നാനപ്പെട്ടെന്ന് പറയാനിടയായി തീർന്നു. എൻ്റെ മമ്മിയുടെ സ്വഭാവമാകെ മാറി. എൻ്റെ പെങ്ങളെ ശക്തമായിട്ട് ഉപദ്രവിക്കാനായിട്ട് തുടങ്ങി. ഓരോ ഞായറാഴ്ച ആകും തോറും എന്നോട് പറയും, നീ എങ്ങനെ വേണമെങ്കിലും പോയിക്കോ, പക്ഷേ ഇവളെ ഞാൻ വിടത്തില്ല. ഞങ്ങൾ ആദ്യമേ ആരാധിച്ചുകൊണ്ടിരുന്ന സഭയിൽ തന്നെ കടന്നു പോകണമെന്ന് പറഞ്ഞ് എൻ്റെ പെങ്ങളെ ശക്തമായി എൻ്റെ മമ്മി ഉപദ്രവിക്കാനായി തുടങ്ങി. കുറച്ച് നാളുകൾ അങ്ങനെ മുമ്പോട്ട് പോയി. എൻ്റെ മമ്മി എൻ്റെ പെങ്ങളെ ഉപദ്രവിക്കുന്ന സമയത്ത് ആ വടി പിടിച്ച് മേടിക്കുവാൻ ചെല്ലുമോ എന്നറിയാൻ വേണ്ടി എൻ്റെ പെങ്ങളെ എൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കും. ആ സമയത്ത് ഞാൻ ഒന്നിനും കടന്നു ചെല്ലാറില്ല. പക്ഷെ അടിയെല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ ഞാൻ എൻ്റെ പെങ്ങളുടെ അടുക്കൽ കടന്നു ചെന്നിട്ട് ഞാൻ പറയും, ദൈവം നിന്നോട് പറഞ്ഞിട്ട് നീ സ്നാനപ്പെട്ടത്, അതുകൊണ്ട് നീ എന്ത് പ്രശ്നം വന്നാലും മടങ്ങി പോകരുതെന്ന് പറയുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം എൻ്റെ പെങ്ങളുടെ റൂമിൽ കയറിയിരുന്ന് വാതിലടച്ചിട്ട് 2 കരങ്ങളും ഉയർത്തി ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ നീ എൻ്റെ മേൽ ഇറങ്ങി വരണമേ. എൻ്റെ പെങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശക്തമായി സൂര്യനെ പോലെ വളരെ തേജസ്സുള്ള ഒരു ഗോളം എൻ്റെ പെങ്ങളുടെ തലയിൽ കൂടി വന്ന് ഇറങ്ങുകയും ശക്തമായി ആ ദൈവശക്തിയാൽ നിറയപ്പെടുവാൻ ഇടയായി തീർന്നു. ഏകദേശം 4 മണിക്കൂർ കഴിഞ്ഞിട്ട് എൻ്റെ പെങ്ങൾ വാതിൽ തുറന്ന് പുറത്തു വന്നപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ എൻ്റെ 2 കരങ്ങളും ഉയർത്തി എൻ്റെ ദൈവമേ നീ എൻ്റെ മേൽ ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൂര്യനെ പോലെ വലിയൊരു ഗോളം എൻ്റെ മേൽ വന്ന് ഇറങ്ങുകയും എനിക്ക് നിൽക്കാൻ കഴിയാത്തതുപോലെ ദൈവശക്തി ഞാൻ നിറയപ്പെടുവാൻ ഇടയായി തീർന്നു എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ ആരും മറ്റൊരാൾ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാതെ തന്നെ പെങ്ങളുടെ റൂമിൽ വെച്ച് പെങ്ങൾ ദൈവത്തിൻ്റെ ശക്തി പ്രാപിപ്പാൻ ഇടയായി തീർന്നു. കുറച്ച് നാൾ മുമ്പോട്ട് ഇങ്ങനെ പോയി. എൻ്റെ പപ്പ വിദേശത്തായിരുന്നു. വിദേശത്തു നിന്ന് എൻ്റെ പപ്പ എനിക്ക് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, നീ എങ്ങനെ വേണമെങ്കിലും പോയിക്കോ, പക്ഷെ പെങ്ങളെ കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറയാൻ ഇടയായി തീർന്നു. ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ല പെങ്ങൾ കടന്നു വന്നത്, പെങ്ങളുടെ കൃത്യത്തിൽ ദൈവം ഇടപെട്ടിട്ടാണെന്ന് പറഞ്ഞു. എന്താണെങ്കിലും കുറച്ചാൾ മുമ്പോട്ട് പോയപ്പോൾ എൻ്റെ മമ്മിയും എൻ്റെ പപ്പായും ഇങ്ങനെ പറയുവാൻ ഇടയായി തീർന്നു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ പോയിക്കോ, പക്ഷെ ഒരു കാര്യമാണ്, ഇനിയും ഒരു പൈസ വീട്ടിൽ ചോദിച്ചു പോകരുത്, നിങ്ങളുടെ ഒരു കാര്യം പോലും ഞാൻ നോക്കത്തില്ല, നിങ്ങളുടെ വിവാഹം പോലും നടത്തിക്കത്തില്ലെന്ന് പറയുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങളെ 2 പേരെയും ആരാധനയ്ക്കായി സ്വാതന്ത്ര്യത്തോട് വിടാൻ തുടങ്ങി. ഞങ്ങൾ 2 പേരും ദൈവത്തെ ആരാധിക്കാൻ തക്കണം കടന്നുപോയി. കുറച്ചുനാൾ അങ്ങനെ മുമ്പോട്ട് കടന്നുപോയ സമയത്ത് എൻ്റെ മമ്മിക്ക് ഏകദേശം 5 ഓപ്പറേഷൻ ചെയ്ത വ്യക്തിയാണ്. എൻ്റെ മമ്മിക്ക് ആ ഇടയ്ക്ക് വയറിന് സുഖമില്ലാതെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എൻ്റെ മമ്മിയെ കാണിച്ചുകൊണ്ടിരിക്കുക. ഒരു ദിവസം ഞാനും എൻ്റെ പെങ്ങളും കൂടെ ദൈവത്തെ ശക്തമായി ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മമ്മി അടുക്കൽ കടന്നു വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാനും കൂടെ പ്രാർത്ഥനയ്ക്ക് ഇരിക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കടന്നു വന്നിരിക്കാനും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശക്തമായ ദൈവസാന്നിധ്യം മമ്മിയുടെ മേൽ ഇറങ്ങി വന്നു. നാളുകളായി എൻ്റെ മമ്മിയുടെ ഉദരത്തെ ഭരിച്ചിരുന്ന രോഗബന്ധനത്തെ അന്ന് രാത്രി ദൈവം സൗഖ്യമാക്കി. അത് ദൈവത്തിലേക്ക് അടുക്കുവാൻ എൻ്റെ മമ്മിക്കും ഒരു മുഖാന്തരമായി തീർന്നു. ആ ഇടയ്ക്ക് തന്നെ ഞാൻ ശുശ്രൂഷയ്ക്ക് പോകാനായിട്ട് തുടങ്ങി. അതിലൊരു മുഖാന്തരമുണ്ട്. ഞാൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് മുമ്പോട്ട് കടന്നു വന്നപ്പോൾ കുമരകത്തുള്ള ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അവിടെ വരെ ഒന്ന് കടന്നു ചെല്ലണമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ അവിടെ കടന്നു ചെന്നു. അവിടെ കടന്നു ചെല്ലുമ്പോൾ അറിയുന്നത് അവിടെ 3 ദിവസം ഉപവാസ പ്രാർത്ഥനയാണ്. ഒരു ദിവസം പ്രസംഗിക്കുന്നത് ഞാൻ പറഞ്ഞു, എനിക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞ് പ്രസംഗിച്ചേ പറ്റൂ. അങ്ങനെ അവിടെ പ്രാർത്ഥന ആരംഭിച്ചു. എന്നോട് പറഞ്ഞു ഇന്ന് ഇവിടെ പ്രസംഗിക്കണം എന്ന് പറയാൻ ഇടയായി തീർന്നു. എന്താണെങ്കിൽ ഞാൻ പറഞ്ഞു 5 മിനിറ്റ് സാക്ഷ്യമെല്ലാം കൂടെ പറയാമെന്ന് പറഞ്ഞു. എങ്കിലും അദ്ദേഹം സമ്മതിച്ചില്ല. 11:45 അദ്ദേഹം എന്നോട് പറഞ്ഞു ഇവിടെ 11:45 പ്രസംഗം ആരംഭിക്കും, 1 മണി വരെയാണ് ഇവിടെ ആരാധന എന്ന് പറയുവാൻ ഇടയായി തീർന്നു. ഞാൻ ആ സമയത്ത് ശക്തമായി കരയാനായിട്ട് തുടങ്ങി. ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് ഒരു വാക്യം മൂടി വന്നു. ഞാൻ പെട്ടെന്ന് ബൈബിൾ തിരിച്ച് ആ വാക്യം കണ്ടുപിടിച്ചു. എനിക്ക് പ്രസംഗിക്കാൻ അവസരം വന്നപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കാൻ ആ വാക്യം ആദ്യമേ വായിച്ചു. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഞാൻ കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ഒരു ആൻറ്റിയുടെ മുഖം എൻ്റെ ഹൃദയത്തിനകത്ത് തെളിഞ്ഞു വന്നു. എന്നിട്ട് എൻ്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഞാൻ പറയുന്നത് പോലെ ആ ആൻറ്റിയോട് പോയി പറയാൻ പറഞ്ഞു. ഞാൻ പെട്ടെന്ന് കണ്ണ് തുറന്നു നോക്കി. അങ്ങനെ ഒരു ആൻറ്റി അവിടെ ഇരിപ്പുണ്ടോ എന്ന് അറിയാൻ വേണ്ടി കണ്ണ് തുറന്നു നോക്കി. ഞാൻ നോക്കിയ സമയത്ത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ കണ്ട ആൻറ്റി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ പെട്ടെന്ന് ആൻറ്റിയുടെ അടുക്കൽ കടന്നു ചെന്ന് തലേ കൈ തൊട്ട സമയത്ത് എൻ്റെ ഹൃദയത്തിൽ